ഹലോ, നമുക്കിന്ന് കുറച്ച് പച്ച ചീര കിട്ടിയിട്ടുണ്ട്. ഈ ചീര എങ്ങനെ കിട്ടിയതെന്ന് വെച്ചാൽ ബാർട്ടർ സമ്പ്രദായത്തിലൂടെ വാങ്ങിയെടുത്തതാണ് ഞാൻ കേട്ടോ. നമ്മുടെ മുറ്റത്തെ പപ്പായ കൊണ്ട് കൊടുത്തപ്പോൾ എനിക്ക് പകരം കിട്ടിയത് ചീര. അതിൻ്റെ മൂത്ത തണ്ടും പൂവൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കാൻ വേണ്ടി എടുത്തതാണ്. അപ്പോൾ എത്ര കഴുകിയാലും എനിക്ക് വൃത്തിയാവുകയില്ല, കല്ല് കടിക്കും. അപ്പോൾ ഇന്ന് 2-3 പ്രാവശ്യം ഒന്ന് കഴുകിയെടുത്തു. എന്നിട്ട് നോക്കാമല്ലോ കല്ല് കടിക്കുമെന്ന്. എന്നിട്ട് ഇതേ കാണും പോലെ കുനുകുനാന്നരിഞ്ഞെടുക്കുകയാണ്. എനിക്കിങ്ങനെ പലകയിൽ വെച്ച് അരിയാനേ അറിയുള്ളൂ കേട്ടോ. കയ്യിൽ പിടിച്ചരിഞ്ഞാൽ എന്തായാലും ഞാൻ കൈയും കൂടെ അരിയും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലൊക്കെ അങ്ങനെ അരിഞ്ഞൊക്കെ എടുക്കുന്നതാണ്. അതെല്ലാം അരിഞ്ഞത് ഞാനൊരു പാത്രത്തേക്ക് തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു സംശയം, കറി വെക്കണോ വറുക്കണോ? പിന്നെ ഓർത്ത് വറുക്കുക തന്നെ ചെയ്യാമെന്ന്. അതിന് വേണ്ടി കുറച്ച് ചുവന്നുള്ളിയും പച്ചമുളകും അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ച് ചൂടായ ശേഷം അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഉള്ളി ഇട്ട് കൊടുക്കുകയാണ്. ഉള്ളി ഒരുവിധം അങ്ങനെ മൂത്തപ്പോൾ അത് ഒരു പച്ചമുളകും ഇട്ട് കൊടുക്കുകയാണ്. ഒരു പച്ചമുളകാണ് ഞാൻ എടുത്തത് കേട്ടോ. അതരിഞ്ഞതാണ്. ഇത് കുറച്ച് നീളമുള്ള മുളകായിരുന്നു. അങ്ങനെ ചീര നമ്മൾ വേവിക്കുമ്പോൾ ഒരിക്കലും വെള്ളം ചേർക്കാൻ പാടില്ല, എന്നാലാണ് അതിൻ്റെ സൂപ്പർ ടേസ്റ്റ് ആവുകയുള്ളൂ. കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ പൊടിയുപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. സാധാരണ ഞാൻ കല്ലുപ്പാണ് ഉപയോഗിക്കുക. വെള്ളം ഒഴിക്കാത്ത കാരണം അത് അലിഞ്ഞ് കിട്ടാൻ കുറച്ച് പ്രയാസമാവുമല്ലോ, അതുകൊണ്ട് ഞാൻ പൊടിയുപ്പ് ഇട്ടത് കേട്ടോ. പൊടിയുപ്പ് ഞാൻ അങ്ങനെ യൂസ് ചെയ്യാറൊന്നുമില്ല, കല്ലുപ്പാണ് യൂസ് ചെയ്യാറ്. ഈ പൊടിയുപ്പ് ഞാൻ വാങ്ങിയതൊന്നുമല്ലേ. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ഓണത്തിന് റേഷൻ കടയിൽ നിന്ന് നമുക്ക് കിറ്റ് കിട്ടിയില്ല, ആ കിറ്റിലുള്ള ഉപ്പാണ് ഇതെന്നാണ് എനിക്ക് തോന്നണേ. ചീരയിൽ വെള്ളം ചേർത്താത്തതുകൊണ്ട് തന്നെ ഇങ്ങനെ മൂടി വെച്ച് വേവിക്കുമ്പോൾ അതിൻ്റെ ആവി വെള്ളമൊക്കെ ആയിട്ട് അത് എന്തായാലും നന്നായി വെന്ത് കിട്ടുമേ. നാളികേരം കൂടി ചിരകി ചേർത്താൽ സൂപ്പറായിരിക്കും. എനിക്ക് നേരമില്ലാത്തതുകൊണ്ട് ഞാൻ നാളികേരമൊന്നും ചേർക്കണില്ല. അങ്ങനെ നമ്മുടെ ചീര ഉപ്പേരി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഞാനത് ആ ചട്ടിയിൽ നിന്ന് തന്നെ കുറച്ചെടുത്തിട്ട് ഊതിയിട്ട് വായക്കിട്ട് നോക്കിയതാ. സൂപ്പറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ എത്രയേ ഉള്ളൂ. ടാറ്റാ.